എത്തിയാ? അതെ, ഞാൻ ഇറങ്ങാൻ പോണേ ഉള്ളൂ. അത് നീ ഒരു കാര്യം ചെയ്, അവിടെ വരുന്ന തൊഴാൻ വരുന്നവരൊക്കെ വായി നോക്കി നിൽക്കുക, അതാണല്ലോ സ്വഭാവം. അപ്പോഴേക്ക് ദീപാരാധന അപ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് എത്താം. ഓക്കെ ചേച്ചി അയ്യോ എന്റെ പൊന്നാങ്ങള, നീ എപ്പോ ജയിലിയാടി? ജയിലിയാടിയല്ല, പരോളിനിറങ്ങിയതാ. എനിക്കൊരു സാക്ഷി പറഞ്ഞൊന്ന് കാണണം, തട്ടണം. ഓ, നീ ഇനിയെങ്കിലും ഒന്ന് നന്നായിട്ട് ജീവിക്ക്. ഞാൻ അറിഞ്ഞു എന്റെ പെങ്ങളുടെ കാര്യങ്ങളൊക്കെ. നീ ഒരുത്തന്റെ ഒളിച്ചോടിയ കാര്യം അവനോടെ. എടാ അതല്ലടാ, അങ്ങനെ ഒന്നും ചെയ്യണ്ട, എനിക്ക് പറ്റിപ്പോയി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഓഹോ, അപ്പൊ അയാള് വേറൊരു ഭാര്യയും പിള്ളേരുണ്ടല്ലേ? ഭാര്യയും പിള്ളേരൊന്നുമല്ല. അതാണെങ്കിൽ ഞാൻ പിന്നെയും സഹിച്ചേനെ. ഇത് 24 മണിക്കൂർ കള്ളു കൂടിയാടാ, കിടന്നുറങ്ങണത് പോലും പാറില്ല. ഭാഗ്യവാൻ. അവനെനിക്കൊന്ന് കാണണം. എന്തോ നീ കണ്ട് 2 വാക്ക് സംസാരിക്കണം. എടാ, നീ അങ്ങേരോടൊന്നല്ല സംസാരിക്കേണ്ടത്. അങ്ങേരെ ഇവിടെ കൊണ്ടുവരുന്ന ഒരുത്തരുണ്ട്, അവനോടാണ് സംസാരിക്കേണ്ടത്. അത് അവൻ ആ ബാറിലെ സപ്ലയർ ആണ്. അവനാണ് കുടിച്ച് കൂത്താടി 24 മണിക്കൂർ കുടിപ്പിച്ച് ഇവിടെ കൊണ്ട് കിടത്തുന്നത്. അവനെ കാണണം. അവൻ ചില നേരത്തെ എന്നോട് നോട്ടം ഉണ്ടോ, അവനെ ചെവിക്കലടിച്ച് പൊട്ടിക്കാൻ തോന്നും നമുക്ക്. നീ പൊട്ടിക്കണ്ട, ഞാൻ പൊട്ടിക്കാം. കാല് പിടിക്കാം. ഇനി പ്രശ്നത്തിലൊന്നും പോവരുത് പ്ലീസ്. നീ ഒരു കാര്യം ചെയ്യും, വന്നതല്ലേ, കുളിച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് കിടന്ന് ഉറങ്ങ്. ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. അമ്പലത്തില് ഞാനും വരുന്നു. എന്തോന്നിനി? ചെരുപ്പൊന്ന് മാറണം. A few moments later. അതൊക്കെ വീട് സാറേ. നോക്കി നട സാർ. പ്രശ്നമില്ല, എനിക്കറിയാം സാർ. നോക്കി നട. ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, സാർ നല്ല ഫിറ്റാ. ഞാൻ നല്ല ഫിറ്റാണ്. നമുക്ക് ലോഡ്ജിൽ റൂം എടുത്താലോ? അവിടെ റെയ്ഡ് കാണത്തില്ലടാ. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടാ, എനിക്ക് ചേച്ചിയെ ഭയങ്കര പേടിയാണ്. ചേച്ചി എന്നെ ചില സമയത്ത് ഒരു നോട്ടം ഉണ്ട് ഇവിടെ വരുമ്പോ. ചേച്ചി നിന്നെ വല്ലാത്തൊരു നോട്ടം. അത് ശരി. എടീ, നീ നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഇന്ന് അവളെ ഇടിക്കാനും നാളെ എനിക്ക് കുടിക്കാനും ഒരു കാരണമായി. അതല്ല ഉദ്ദേശിച്ചത്. ദേഷിച്ച് നോക്കും. ഞാനല്ലേ ഒന്നും അണ്ണനെ ഇവിടെ കൊണ്ടാക്കുന്ന. അതൊന്നും പേടിക്കണ്ട, ചുമ്മാ അത് പേടിപ്പേരേ ഉള്ളൂ. അല്ലേലും അവൾക്ക് വെളുത്ത പയ്യന്മാരെ കാണുമ്പോ ഇച്ചിരി നോട്ടം കൂടുതലാണ്. ഞാൻ പക്ഷെ ഇന്ന് നീ പേടിക്കേണ്ട കേസില്ല. അവളിപ്പോ സ്ഥലത്തില്ല, നമുക്ക് അടിച്ചു പൊളിക്കാം. നീ എനിക്ക് എത്ര നാളുകൊണ്ട് ഒഴിച്ചു തരിക? അതുകൊണ്ട് ഇന്നൊരു ഉപരിവിപ്ലവം നടത്താൻ പോവാണ് ഞാൻ. അതായത് നീ എനിക്ക് ഒഴിച്ചു തരികയല്ലേ, അപ്പൊ ഒരു ചെറിയ ഉപരിവിളിപ്പം പരോപകാരം. നീയാണ് ഇവിടെ കസ്റ്റമർ, ഞാനാണ് ബെയർ. അഴിക്കടാത്. ഒരു പതിവ്രത വന്നേക്കുന്നു. അഴിയാമുണ്ടോ? ഈ 10-15 വർഷം കഴിയുമ്പോ എനിക്കെതിരെ പരാതി കൊടുത്ത കളയല്ലേ. ഇത് ഞാൻ അങ്ങോട്ട് ഇടുന്നു. ഇന്ന് മുതൽ നീയാണ് എന്റെ സാറ്. മനസ്സിലായോ? നമുക്ക് അതിന് മുമ്പ് ഇവിടെ ഒരു ബാറിന്റെ ഒരു ഭസ്മാസുരനെ ഉണ്ടാക്കാം. ബാറിന്റെ ഒക്കെ ഒരു ഭസ്മാസുരനല്ലേടാ? അറ്റ്മോസ്ഫിയർ. എല്ലാം സെറ്റാണ്. ഞാൻ ബാറി വരാത്ത സമയത്ത് ഇവിടെ ഇരുന്നാ എല്ലാം അടിക്കുന്നത്. മതി പെട്ടെന്ന് സാറേ, ഒരെണ്ണം കുടിച്ചിട്ട് ഞാനങ്ങ് പൊക്കോളാം സാറേ. സാറേന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഒഴിയിടാന്ന് പറ. നീയാണ് സാറിന്ന്, മനസ്സിലായോ? സോറി, ഞാൻ വിളിച്ചത് സാർ വിളിക്കണം. ഞാൻ വിളിക്കാം, ഞാൻ എന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ വിളിച്ചുതരാം. സുഡയാണോ വെള്ളമാണോ? വെള്ളം മതി. ടച്ചിങ്സിന് അവിടെ അവൾ ഈ വൈകിട്ട് കുറിക്കുന്ന കപ്പലണ്ടി ഉണ്ട്, പിന്നെ അവിടെ പൂത്ത അച്ചാറും കാണും, പിന്നെ അടുക്കളയിൽ ഉണ്ടാക്കിയ മീന്തലുണ്ട്. മീന്തലയോ? അണ്ണനല്ലേ പറഞ്ഞ ചേച്ചിക്ക് സ്നേഹമല്ല, എന്നിട്ട് മീന്തലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ? മീന്തലുണ്ട്. എടുക്കട്ടെ? ചൂരത്തല ആയിരിക്കും. ചൂരത്തല അല്ല, നെത്തോലി ഇല്ലേ? നെത്തോലിയുടെ തല പൂച്ചയ്ക്ക് പോലും കൊടുക്കാതെ അവള് കറി വെച്ചു. വേണം, സാധനം വേണം. വേണ്ട. അടി അടി അടി. ഓ, പ്രതർക്കന്മാർക്ക് കൊടുക്കുമായിരിക്കും. അതുകൊണ്ട് അവർക്ക് തെയ്യോ എന്തോന്ന് അറിയത്തില്ല. ചേച്ചി എല്ലാം വന്ന പ്രശ്നമാവും. നീ എന്തിനാണ് പേടിക്കുന്നത്? ഞാനല്ലേ പറഞ്ഞത് ധൈര്യമായിട്ട് നീ അടി. പക്ഷേ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അതിനെ തടയിടാൻ എനിക്ക് അമ്പയറുണ്ട്. ഒരു പ്രശ്നവും വരുത്തില്ല. ഞാൻ പറയട്ടെ, എന്തിനാണ് ഈ ടെൻഷൻ? കൈയൊന്നും വിട്ടേണ. കുടിച്ചോ? കുടിച്ചു. ഇങ്ങനാണെങ്കിൽ സാധനം തീരും. സാധനം തീരും കേട്ടോ.
ഞാൻ പൊക്കോട്ടാണ് മതി. നീ എവിടെ പോകുന്നു? ഞാൻ മതി. ഞങ്ങൾ പോകണ്ട, അവിടെ ഇരിക്കരുത്. സോറി ഞാൻ നീ എന്ന് വിളിച്ച, പക്ഷെ സാർ എന്താണ് ആവശ്യം? നീ എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറേ? ഒന്നും വേണ്ട. അപ്പൊ അളിയനെ കുടിപ്പിച്ച് വീട്ടിൽ കൊണ്ട് വരുന്നതും പോരാ, വീട്ടിൽ വെച്ച് സൽക്കാരം തുടങ്ങി. ഹലോ, ആരാ മനസ്സിലായില്ല? ഓ കൈ പറയുന്ന ടീമാണ്. ഇത്രയും വിറയിലുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് അഴികളെ. ഒരെണ്ണം അടിച്ചു. ആരാതൊന്നും അറിയത്തില്ല, വഴിപോക്കനാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് വിഷയമില്ല. അളിയ എങ്ങനെയാണ് സാധനം തീരും? എന്തായാലും അടിച്ചല്ലേ ഇരിക്കേ. ഞാനേ അകത്ത് പോയി മത്തി മുളക് ഇട്ട് വെച്ചേക്കുന്നത്, ഞാൻ എടുത്തോണ്ട് വരാം. ഓക്കെ, ആ എങ്ങോട്ടേലും പാ. അളിയനാ എങ്ങനെ പോകുന്നു ജീവിതങ്ങളൊക്കെ? പറയളിയാ. എന്തോന്ന് പറയാനളിയ, ലാർജും സ്മാളും അങ്ങനെയൊക്കെ ജീവിതം തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നു. പിന്നെ ടിപ്പ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. ചില നാറുകൾ ടിപ്പും തരത്തില്ല. പക്ഷെ അളിയ ഞാൻ ടിപ്പ് തരും. ജീവിതം ഗോലി സോഡ പോലെയാണ്, പൊട്ടിക്കഴിഞ്ഞാൽ ഗ്യാസ് പോകും. അതുകൊണ്ട് പൊട്ടാതെ നോക്കണം. മൈ ടിപ്പ്. മത്തി അപ്പുറത്തായിരുന്നു വെച്ചേ. അവൻ അളിയനാളി. ഞാൻ ഒന്നും കൂടെ ഒന്ന് അടിക്കാളെ, ഒന്നും കൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാ സംഭവം. മത്തി മുളക് ഇട്ടത് താണ്ടിരിക്കണം. ഞാൻ ജയിലിലായിരുന്നു. ആയിരുന്നോ? ആ, തിരിച്ചു വന്നപ്പോ എനിക്ക് ആരും ഇല്ല എന്ന് കരുതി. പക്ഷെ എനിക്ക് തെറ്റി. ഇപ്പൊ എനിക്കൊരു പെങ്ങളുണ്ട്, ഒരു അളിയനുണ്ട്. അവരിപ്പോ അളിയന്മാരായി. വെള്ളം ഭയങ്കര വെള്ളമാണ്. അത് ആദ്യത്തെ ഒഴി കണ്ടപ്പോ അളിയാ, എന്റെ പെങ്ങളെ അളിയൻ കണ്ണുനീര് കുടിപ്പിക്കരുത്. ഇവനെങ്ങനെയാണ് നിന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്നത്? എനിക്ക് പെഗ് കുടിപ്പിക്കാൻ അറിയാമോ, കണ്ണീര് കുടിപ്പിക്കാൻ അറിയാം. അത് ഞാൻ വിഷമുണ്ട്. വെള്ളം വെള്ളം എനിക്ക് വിഷമുണ്ട്. എന്റെ വിഷമുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു. വിഷമുണ്ട് സാർ. ഈ ദേഹത്ത് ഇത്രയും മാംസം ഉണ്ടായിട്ട് ഒരു പെഗിൽ പെരുത്തല്ലോ നീ. വിഷമിപ്പിക്കരുത്. ചെറിയ വിഷമമുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിന് നമുക്കൊന്ന് എൻജോയ് ചെയ്യിപ്പിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ചന്ദനശിലകളിലമ്പിളി കഴുകിയ തീരം, സുന്ദരൊഴുകിയ നേരം, എന്നുമീ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നുമീ മണ്ണിലെ സ്വപ്നജാലം വരൂ. സുഖജാലം മണ്ണിലീ ജീവിതം നമ്മൾ പന്താടണം, മണ്ണിലീ ജീവിതം നമ്മൾ കൊണ്ടാടണം. ജീവിതമുലകിൽ പായുമ്പോഴും നമ്മളാ വേളയിൽ നിറവീഞ്ഞാകണം, നമ്മളാ വേളയിൽ നിറവീഞ്ഞാകണം. പക്ഷെ അളിയ ഇനി ഒരു കാര്യം ചെയ്യണം. എന്റെ പെങ്ങളെ ഇനി കണ്ണീരിലാഴത്തില്ല എന്ന് സത്യം ചെയ്യണം. പിറ്റ എന്റെ പെങ്ങൾ ഒരിക്കലും അനാഥ ആക്കത്തില്ല. സത്യം ചെയ്യണം. എന്റെ തല സത്യം. തല ഏതാ കഴുത്തേതാന്ന് അറിയത്തില്ല, എന്നാലും ചെയ്തോട്. അയ്യോ മാറിപ്പോയി, ബാറാണ് വീടല്ല. പൈസ അതെനിക്ക് കിട്ടിയ ടിപ്പാണ്. ഒന്നും വിഷമിക്കണ്ട അളിയെ, ഇനി ഒന്നിനുമില്ല. നല്ലതായിട്ട് നമ്മളോടുണ്ടാവും. ഞാൻ എന്തോന്നാ പറഞ്ഞത്? കുടുപ്പ് ചേർത്ത് സപ്ലയർ തല്ലാൻ അടിയാണ് അവന്.
അയ്യോ, അതല്ലെന്ന് നീ വന്നേ, അതല്ലെന്ന് ഈ നിൽക്കുന്ന സാറേ ഞാൻ പോന്ന് കോട്ട് മാറിക്കൊണ്ട് തന്നേക്കണേ. അയ്യോ നിന്റെ ഭർത്താവ് ഇറങ്ങി ഓടിയത്. ഇതല്ലേ എന്റെ ഭർത്താവ്? ഇതാണ് നിന്റെ ഭർത്താവ്? അപ്പൊ അത് സപ്ലയർ അല്ലേ? അയ്യോ സാരമില്ല, പോട്ടെ ഏട്ടാ. എടി, ഈ വന്ന് വഴിയെ പോയവനൊക്കെ എന്തിനാണ് എന്നെ വീട്ടിൽ കയറി തല്ലി എന്തിനാണെന്ന്? അതെന്റെ നേരാങ്ങളെയാ. നേരാങ്ങളെയോ? വടക്കമ്പാട്ടിലെയാണോ ഇവൻ? നേരാങ്ങളേക്ക് നേരെ നിൽക്കാൻ വയ്യല്ലോ. അല്ല, അതെ, അവൻ ജയിലിൽ നിന്ന് പരോളിന് വന്നതാ ഇപ്പൊ. ഇവൻ പരോളിന് വന്നാണോ അതോ കരോളിന് വന്നാണോ? സൈഡ് ഡ്രമ്മിനിട്ട് അടിക്കുന്ന പോലെ അടി എന്നെ അടിച്ചതാണ്. എന്തുവാണോ കാണിച്ചത്? ഇതെന്റെ ചേട്ടനല്ലേ? എന്നോട് ഷമീർ അളിയ, എന്നോട് ഷമീർ അളിയ. ഷമീറോ? ഷമീർ അളിയ. എനിക്ക് ഇത് വലിയ ഉത്തരിയൊന്നും അല്ല. അല്ല, അളിയനോട് ഞാൻ ക്ഷമിച്ചു. എന്നാലും എനിക്ക് ചെറിയ വിഷമമുണ്ട്. എന്തോന്ന്? എന്റെ അളിയന്റെ മുമ്പിൽ കിടന്നാണല്ലോ ഞാൻ ഈ മാട്ടപ്പൊക്കികളും കാണിച്ചോണ്ട് ഡാൻസ് ഒരു ചമ്മല്, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് അവന്റെ സഹായം വേണ്ട. എന്റെ അളിയനുണ്ട് എന്നെ ബാറിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ. ബെസ്റ്റ് ഈനാം ബേച്ചക്ക് മരപ്പട്ടി കൂട്ട്. ഈ ഞാൻ പറ്റി നീ മരപ്പെട്ടി ഞാൻ. ഓക്കെ.